നമസ്കാരം. പുതിയ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ചടങ്ങിലെ മുഖ്യ കഥാപാത്രങ്ങളായ രാഹുൽ മാങ്കൂട്ടത്തിലെയും നടി റിനി ആൻ ജോർജിനെയും കുറിച്ചാണ്. രാഹുലിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻ ജോർജും കേസുകളിൽപ്പെട്ട് പാർട്ടിക്ക് പുറത്തായ രാഹുൽ മാങ്കൂട്ടത്തിലും കഴിഞ്ഞ ദിവസം ഒരേ വേദിയിലെത്തിയപ്പോൾ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളാണ്. ഇതിന്റെ തുടർച്ചയായുള്ള രാഷ്ട്രീയ പോര് ഇന്നും സൈബർ ഇടങ്ങളിലും കോൺഗ്രസ് ക്യാമ്പുകളിലും പുകയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ നടി റിനി ആൻ ജോർജിന് നേരെ ഉണ്ടായ ജനക്കൂട്ടത്തിന്റെ വലിയ തോതിലുള്ള അധിക്ഷേപവും കൂക്കുവിളിയുമാണ് പ്രധാന ചർച്ചാ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിന്റെ കരിയർ തകർത്തതെന്ന വിരോധമുള്ള പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ. കുഴിച്ചുമൂടുവാൻ നോക്കിയിട്ടും ഉയർന്നു വന്നവന്റെ പട്ടാഭിഷേകമാണ് ഇനിയെന്ന് VD സതീശനെ പ്രശംസിച്ച റിനി കഴിഞ്ഞ ദിവസം കുറിച്ചതും ഇവരെ പ്രകോപിപ്പിച്ചിരുന്നു. എന്നാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കൂട്ടത്തിന്റെ ഈ കൂകിവിളിയെ തികച്ചും ശാന്തമായി ചിരിച്ചുകൊണ്ട് നേരിട്ട റിനിയുടെ ധീരതയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയും ലഭിക്കുന്നുണ്ട്. റിനി ആൻ ജോർജിന് നേരെ സ്റ്റേഡിയത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ കേസുകളിൽ കുടുങ്ങി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പാലക്കാട് MLA രാഹുലിനെ കൈവിട്ടുവെങ്കിലും സാധാരണ അണികൾക്കിടയിൽ രാഹുൽ ഇപ്പോഴുമുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതായിരുന്നു സത്യപ്രതിജ്ഞാ വേദിയിലെ ഈ തിക്കും തിരക്കും. തന്നെ പാർട്ടി പുറത്താക്കിയാലും താൻ എന്നും കോൺഗ്രസുകാരനായിരിക്കുമെന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ജനപ്രതിനിധിയാകണോ പാർട്ടി ഭാരവാഹിയാകണോ എന്ന് ചോദിച്ചാൽ എന്നും ഭാരവാഹി എന്നാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എനിക്ക് നിരാശകളില്ല. പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം തുടരും. അത് പദവികൾക്കായി ഉള്ളതല്ല, എന്റെ ക്ലാരിറ്റിയാണ്. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ MLA-യോ MP-യോ ആകുക മാത്രമല്ല, അതിന് മുൻനിരയെന്നോ പിൻനിരയെന്നോ വ്യത്യാസമില്ല എന്നൊക്കെയായിരുന്നു രാഹുൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ചടങ്ങ് വീക്ഷിക്കാനെത്തിയ റിനി ആൻ ജോർജിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരികയായിരുന്ന റിനിയെ അവിടെ തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ കൂകി വിളിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്തിടെ ഇവർ നടത്തിയ നിർണായക വെളിപ്പെടുത്തലുകളുടെ പേരിലുള്ള കടുത്ത അതൃപ്തിയാണ് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് വഴിമാറിയത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധത്തിലാക്കിയ റിനിയുടെ നിർണായക പരാമർശങ്ങൾ. യുവ നേതാവിന്റെ ഭാഗത്തു നിന്ന് മോശം സമീപനം ഉണ്ടായെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെ രാഹുലിനെതിരായ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവരികയും പീഡനത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തു. സ്ത്രീപക്ഷത്താണെന്ന് അവകാശപ്പെടുന്ന പല ഉന്നതരും ഈ വിഷയത്തിൽ കാണിച്ച ഹൂ കെയേഴ്സ് എന്ന മനോഭാവത്തെ റിനി രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് റിനി നേരിട്ടുകൊണ്ടിരുന്നത്. അതേസമയം പുതിയ മുഖ്യമന്ത്രിയായ VD സതീശുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് റിനി. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത സമയത്ത് പത്മനാഭന്റെ മണ്ണിൽ ഇനി എന്റെ ശ്രീ പത്മനാഭൻ വാഴുന്ന തലക്കെട്ടോടെ റിനി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച അഭിനന്ദന കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ചിത്രവും ഇവർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചു. ഭരണ നേതൃത്വത്തിലെ ഉന്നതരുമായി ഇത്രയധികം അടുപ്പം പുലർത്തുമ്പോഴും സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക ചടങ്ങിനിടെ അണികളിൽ നിന്നുണ്ടായ ഈ പരസ്യമായ കൂവലും പ്രതിഷേധവും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയത്. ഈ വിഷയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വെറുതെ അധികാരമേൽക്കൽ ചടങ്ങ് മാത്രമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ വകതിരിവിന്റെയും വിവേചന ബുദ്ധിയുടെയും തെളിവായി മാറുകയാണ്. ഇതായിരുന്നു ഒരു പോസ്റ്റ്. ഒരേ വേദിയിൽ വ്യക്തികളോട് അവിടെ ഒത്തുകൂടിയ 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ പ്രതികരിച്ച രീതി കേരളീയ സമൂഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിന്റെ പ്രതിഫലമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ പ്രവർത്തകർ ആവേശത്തോടെ ഓടിയെത്തുന്നു. യാതൊരു പദവികളോ അവകാശവാദങ്ങളോ ഇല്ലാതെ എത്തി അദ്ദേഹത്തെ ജനങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, ഹസ്തദാനം നൽകുന്നു. എന്റെ സ്വന്തം പത്മനാഭൻ എന്നതുൾപ്പെടെയുള്ള വലിയ അവകാശവാദങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവച്ച റിനി ആൻ ജോർജ് സ്റ്റേഡിയത്തിലേക്ക് വന്നതും ആളുകൾ കൂവി വിളിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനക്കൂട്ടം അവർക്കെതിരെ തിരിയുകയും സ്റ്റേഡിയത്തിൽ നിന്ന് കൂവി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഒരേ ചടങ്ങിൽ ഒരേ ജനക്കൂട്ടത്തിനു മുന്നിൽ VD സതീശൻ ആവേശകരമായ കയ്യടിയും രാഹുൽ മാങ്കൂട്ടത്തിലെ ഹൃദയം നിറഞ്ഞ കെട്ടിപ്പിടുത്തവും റിനി ആൻ ജോർജിന് ശക്തമായ കൂകിവിളിയും ലഭിക്കുമ്പോൾ അത് കേരളത്തിന്റെ വകതിരിവിന്റെ പരകോടിയാണ് കാണിക്കുന്നത്. നല്ലതിനെയും ചീത്തയും കൃത്യമായി വേർതിരിച്ചറിയുവാനും ആരെ എവിടെ നിർത്തണമെന്ന് തീരുമാനിക്കുവാനും തങ്ങൾക്ക് കൃത്യമായി കഴിവുണ്ടെന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയ ജനങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്നായിരുന്നു ആ ഒരു കുറിപ്പ്. പ്രതികൂലിച്ചുകൊണ്ടും പോസ്റ്റുകൾ ഉയർന്നിട്ടുണ്ട്. ഗോകുൽ ഗോപാലകൃഷ്ണൻ കുറിച്ചൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു:
ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ റിനി ആൻ ജോർജ് എന്ന പെൺകുട്ടി വരുന്നു. അവർ വന്ന ഉടനെ ഏതൊക്കെ ഓൺലൈൻ മീഡിയ മൈക്കുമായി എത്തി. റിനി VD സതീഷിനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നു. അവരുടെ ഇഷ്ട നേതാവാണ്, ഫാൻ ഗേൾ ആണ്, നിലപാട് സിംഗമാണ്. അവർ വോട്ടിട്ട ഒരാൾ മുഖ്യനായതിലുള്ള സന്തോഷമൊക്കെ അറിയിക്കുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയ കൊങ്ങികളിൽ ഒരുത്തൻ നാണമുണ്ടോടി നിനക്ക്, ഉളുപ്പുണ്ടോടി പറഞ്ഞുകൊണ്ട് കൂവി വിളിക്കുന്നു. ഇത് കേട്ട് ഇവരുടെ കൂടെ നിന്നവന്മാർ ഇത് ഏറ്റെടുക്കുന്നു. അതിന് പിന്നാലെ അവിടെ നിന്ന് ചില കൊങ്ങിണി സ്ത്രീകൾ കൂടി ഏറ്റെടുത്ത കൂവി നാണമുണ്ടോടിയെന്നും ഉളുപ്പുണ്ടോടിയെന്നും ചോദിച്ച കണ്ടിന്യൂസ് ലിറ്ററലി അവരെ അവിടെ നിന്ന് കൂവി ഓടിക്കുന്നു. എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടം എന്ന പൊട്ടൻഷ്യൽ പെർവേർട്ടിനെ ആദ്യമായി എക്സ്പോസ് ചെയ്തതിന് അവന്റെ വലയിൽ അകപ്പെട്ട് ജീവിതം നരകിച്ചു പോയ സ്ത്രീകൾക്ക് ധൈര്യമായി മുന്നോട്ട് വരാൻ കാരണമായതിന്. ദുരനുഭവം തുറന്നു പറഞ്ഞ ഒരു സ്ത്രീയെ ഇവിടുത്തെ സമൂഹം വരവേറ്റത് അല്ല കോൺഗ്രസുകാർ വരവേറ്റത്. എങ്കിൽ ഉളുപ്പുണ്ടോടി നാണമുണ്ടോടി എന്ന് ചോദിച്ച് കൂവി വിളിച്ച കൊങ്ങിണികൾ ആദ്യം ചോദിക്കേണ്ടത് ആരോടാണ്? ആ സ്റ്റേജിൽ നിന്ന് വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ ഞാൻ എന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ, അയാളോടാണ്. റിനിക്ക് പിന്തുണ നൽകിയതും ആ മാങ്കൂട്ടത്തെ വെളിയിലെടുത്ത് കളയുവാൻ കൂട്ടുന്നതും അയാളാണെന്നൊരു കഥയുണ്ട്. അപ്പോ എപ്പോഴോ ഇന്നലെ കൂകിയവർ VD സതീശനോട് ചോദിക്കുന്നത് ഉളുപ്പുണ്ടോടാ എന്ന. പിന്നെ കൂട്ടുപിടിച്ച് കൂകിയ ഇവളെ നോക്കി വെച്ചോ. സ്വന്തം കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സംഭവിച്ചാലും ചെയ്തവന്റെ കൂടെ നിന്ന് ആ പെണ്ണിനെ കൂകി ഓടിക്കുവാൻ മുൻപിൽ കാണും ഇവറ്റകൾ എന്നായിരുന്നു ആ പോസ്റ്റ്. എന്തായാലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റിനി ആൻ ജോർജിനെതിരെയുള്ള ട്രോളുകളും വിമർശനങ്ങളും, മറുഭാഗത്ത് കോൺഗ്രസിന്റെ പോരാളി, ജനഹൃദയങ്ങളുടെ നേതാവ് എന്നൊക്കെയുള്ള ക്യാപ്ഷനുകളോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രങ്ങളും കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞാ വേദിയിലെ വീഡിയോകളും ഒക്കെ തന്നെ അണികൾ വ്യാപകമായി പങ്കുവെക്കുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒതുങ്ങുന്നതല്ല ഈ രാഷ്ട്രീയ പോരാട്ടം. സൈബർ ഇടങ്ങളിൽ റിനി ആൻ ജോർജിന് വലിയ അവകാശവാദങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലായി വലിയ സൈബർ പ്രതിരോധമാണ് അണികൾ തീർക്കുന്നത്. പദവികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അണികളുടെ ഹൃദയത്തിൽ രാഹുലിന്റെ സ്ഥാനം എവിടെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റുകൾ. വലിയ അവകാശവാദങ്ങളുമായി വന്നവർക്ക് കൂകി വിളിയും യാതൊരു അവകാശവാദങ്ങളും ഇല്ലാതെ ഒരു സാധാരണ പ്രവർത്തകരായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കെട്ടിപ്പിടുത്തവും ഹൃദയം നിറഞ്ഞ സ്വീകരണവും നൽകി കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ വകതിരിവ് തെളിയിച്ചു കഴിഞ്ഞുവെന്നാണ് സൈബറിടങ്ങളിൽ പോസ്റ്റുകൾ വരുന്നത്. ഔദ്യോഗിക പദവികളുടെയോ MLA സ്ഥാനത്തിന്റെയോ പിൻബലമില്ലാതെയും 10,000-കണക്കിന് വരുന്ന ജനക്കൂട്ടം തന്നെ എങ്ങനെ നെഞ്ചിലേറ്റുന്നുവെന്ന് തെളിയിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലത്തെ ആ ഒരൊറ്റ വേദി മാത്രം മതിയായിരുന്നു. പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളും പുറത്തെ വിവാദങ്ങളും എന്ത് തന്നെയായാലും താൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന രാഹുലിന്റെ ആ ആത്മവിശ്വാസം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചുവരവിന്റെ ശക്തമായ തുടക്കമാകുന്നത് ഉറപ്പാണ്. അണികളുടെ ഈ ഹൃദയപൂർവമായ പിന്തുണ തന്നെയാണ് വരും നാളുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ കരുത്തും വ്യക്തതയും.